ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച നവകാല ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ, ജെബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ, ശ്രുതി രാമേന്ദ്രൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ വിജയാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി സക്സസ് ടീസർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 1 മിനിറ്റ് 17 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറാണ് ഇന്ന് മമ്മൂട്ടി കമ്പനി യൂട്യൂബ് ചാനൽ വഴി പുറത്തു വന്നിട്ടുള്ളത്. ചിത്രം രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 8ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മികച്ച ഹോൾഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും GCCയിലും വിദേശ രാജ്യങ്ങളിലും മുന്നോട്ട് പോവുകയാണ്. ചിത്രത്തിന്റെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഈ സിനിമ കേരളത്തിൽ 6ാം ദിവസമായ ബുധനാഴ്ച 2,25,00,000 കളക്ട് ചെയ്തതെങ്കിൽ 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച 2,27,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 7 ദിവസം കൊണ്ട് 5,35,00,000 കളക്ട് ചെയ്ത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ 7 ദിവസം കൊണ്ട് 31,51,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് വന്നാൽ 6ാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമ 3,80,00,000 കളക്ട് ചെയ്തതെങ്കിൽ 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച 4,16,00,000 രൂപയാണ് നേടിയെടുത്തത്. വിദേശ കളക്ഷനായി ഈ സിനിമ $4.7 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 31,47,00,000 രൂപ. അങ്ങനെ 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 62,98,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇനി 8ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നും 2 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 28 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ വമ്പൻ ട്രെൻഡിംഗ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. അതായത് ഈ വാരം GCC രാജ്യങ്ങളിൽ മികച്ച കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കും എന്ന് തന്നെയാണ് ഖത്തർ, UAE എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 68 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. പുതിയ പല സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കളങ്കാവലിനെ പോലെ തന്നെ ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയായ ദുരന്തറിനും ഇന്ന് 8ാം ദിവസമായ വെള്ളിയാഴ്ച വമ്പൻ ബുക്കിംഗ് ആണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മണിക്കൂറിൽ 60,000-ന് മുകളിൽ ടിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലൂടെ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കുന്നത്. ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, മാധവൻ, അർജുൻ രാംപാൽ, സാറ അർജുൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. കേരളത്തിൽ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് 1,45,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 7 ദിവസത്തെ ഈ സിനിമയുടെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 248,75,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. സിനിമ 7 ദിവസം കൊണ്ട് വിദേശ കളക്ഷനായി നേടിയെടുത്തത് 70,50,00,000 രൂപയാണ്. അങ്ങനെ 319,25,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. 8ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 55-60 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 375 കോടിയോളം രൂപയാണ് ഈ സിനിമ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഡിസംബർ 12 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് അഖണ്ഡ 2. ബോയപതി ശ്രീനു തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ നന്ദമൂരി ബാലകൃഷ്ണ, സംയുക്ത മേനോൻ, ഹർഷാലി മൽഹോത്ര എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ 16,000-17,000 ടിക്കറ്റുകളാണ് നിലവിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 26 കോടി രൂപ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്നലെ പ്രീമിയർ ഷോ വഴി തന്നെ ഈ സിനിമ 7,80,00,000 രൂപ നേടിയെടുത്തിരുന്നു. ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 30 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 35 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് കിസ് കിസ്കോ പ്യാർ കരുൺ 2. അനൂകൽപ് ഗോസ്വാമി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കപിൽ ശർമ്മ, മഞ്ജുവത് സിംഗ്, ഹിര വാരിന, ത്രിത ചൗധരി, പരുൾ ഗുലാത്തി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയ്ക്ക് വേണ്ടി മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ ഇപ്പോൾ 2,000 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 1,80,00,000 രൂപയും ഗ്രോസ് കളക്ഷൻ 2 കോടി രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമായിട്ടില്ല. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.